രാഹുലെ, വേനൽച്ചൂട് ഭയങ്കരമായിട്ട് കടുത്ത് നിൽക്കുവാണ്. എ സി ഉണ്ടെങ്കിലും ഇരിക്കാൻ പറ്റുന്നില്ല, തണുത്ത വെള്ളം കുടിച്ചാലും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, കൂടാതെ പവർ കട്ട്. അപ്പോൾ ബി ജെ പി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നത് എ സി വേണ്ട, തണുത്ത വെള്ളം വേണ്ട, കയ്യിലൊരു സവാള കരുതിയാൽ മതിയെന്നാണ്. സവാളയ്ക്ക് ചൂടിനെ തടുക്കാനുള്ള കഴിവുണ്ടോ? സവാളയ്ക്ക് ചൂടിനെ തടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം കൊറോണ സമയത്ത് പാത്രമടിച്ചുകൊണ്ട് നിങ്ങൾ കൊറോണയെ ഓടിച്ചു വിടുക. അല്ല, ചാണത്തിൽ കുളിക്കല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കൊറോണ വൈറസ് വരുമ്പോൾ നമ്മൾ അടിക്കുമ്പോഴത്തേക്കും കർഷണം വരും. ആ കർഷണത്തിൽ നമ്മുടെ ചുറ്റിനുമുള്ള കൊറോണ വൈറസ് എല്ലാം നശിച്ചു പോകും. അങ്ങനെയുള്ള കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയിട്ടുള്ള ആളുകളാണ് ബി ജെ പി നേതാക്കന്മാർ. ഇപ്പോൾ ഉള്ളിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എടുത്ത ആ പോസ്റ്ററുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് സുരേന്ദ്രജിക്കാണ്. അപ്പോൾ സുരേന്ദ്രൻജി പണ്ട് ഒരു ഉള്ളിക്കറി കഴിച്ചത് അത് ബീഫാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ അദ്ദേഹം ഉള്ളി പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ചൂട് കുറയും, നിങ്ങൾക്ക് ചൂടെടുക്കത്തില്ല എന്ന് പറയുന്ന. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് യഥാർത്ഥത്തിൽ കൊടും ചൂടാണ്. ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഉള്ളി പോക്കറ്റിലിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ സിയുടെ അടുത്ത് പോയിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തണുത്ത് വിറച്ച് ഹിമാലയത്തിലും കൈലാസത്തിലും ഒക്കെ ഇരിക്കുന്ന പോലെ തണുത്ത് വിറച്ച് നിങ്ങൾ ഇരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. പക്ഷെ അതേ സമയം തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ പവർ കട്ട് കാരണം ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. KSEB തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് LDF സർക്കാർ പറഞ്ഞത് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്നാണ്. ഈ 10 വർഷങ്ങൾ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് 10 മിനിറ്റും 20 മിനിറ്റും കൂടുമ്പോൾ പോകുന്ന കറണ്ടായിരുന്നു. അതൊന്നും പവർ കട്ടല്ല, അല്ല, അതൊന്നും ലോഡ് ഷെഡിങ് അല്ല. ലോഡ് ഷെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃത്യസമയം പറഞ്ഞു, ഇപ്പോൾ ഇന്നത്തെ രാത്രി 8 മണി തൊട്ട് 8:30 വരെ പവർ കട്ടുണ്ട്. ആ സമയത്ത് കറണ്ട് പോവുകയാണെങ്കിൽ അതാണ് പവർ കട്ട് എന്ന് പറയുന്നത്, നമ്മളെ അറിയിച്ചുകൊണ്ട് പോകുന്നത്. ഇത് നമ്മൾ ആർക്കും പറയാറില്ല. അരമണിക്കൂറും 1 മണിക്കൂറും 2 മണിക്കൂറും കഴിഞ്ഞിട്ട് വരുന്ന കറണ്ടാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നത് വലിയൊരു ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പോലും വലിയ പ്രചരണ ആയുധമാക്കി മാറ്റിയത് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് പറഞ്ഞുള്ള ഒരു ഹാഷ്ടാഗോട് കൂടിയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ KSEBയും കൂടെ ഒന്നിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് കറണ്ട് കട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ എന്നാണ്. ഇതിന് പൈസ കൊടുക്കുന്നത് ആരാണ്? നമ്മൾ ചിന്തിക്കണം. മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിൽ കറണ്ട് ഉപയോഗിക്കുന്നതിന് പൈസ കൊടുക്കുന്നത് ആരാണ്? നമ്മളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസ എത്രയാണ്? ഒരു വീട്ടിൽ ഇപ്പോഴത്തെ മിനിമം കറണ്ട് ചാർജ് എന്ന് പറയുന്നത് 2000 തൊട്ട് 3000 4000. ഇപ്പോൾ 1-2 AC ഒക്കെ ഉണ്ടെങ്കിൽ 10,000 15,000 20,000 500 ഇപ്പോൾ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ കറണ്ട് ബില്ല് എന്ന് പറയുന്നത് 350 അല്ലെങ്കിൽ 200 180 ആയിരുന്നു. 180 ഒരു 200 ആകുമ്പോഴത്തേക്കും വീട്ടിൽ ബഹളമാണ്. കറണ്ട് ചാർജ് രാത്രി ആകുമ്പോഴത്തേക്കും കറണ്ട് എല്ലാം അണച്ചിടും, അപ്പുറത്തും ഇപ്പുറത്ത് ഒന്നും എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് കറണ്ട് ബില്ല് വരുന്നത് 2000 2500 രൂപയാണ്. അധികം അന്നുണ്ടായിരുന്ന അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്രിഡ്ജ് മാത്രമാണ് വന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ, അപ്പോൾ കറണ്ട് ബില്ല് ഇത്രയും കൂടിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF സർക്കാരിൻ്റെ, കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ പിടിപ്പുകേട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു, കറണ്ടിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് സർക്കാർ പുറത്തു നിന്നും കറണ്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു പദ്ധതിയുമായിട്ട് വരുന്നത്. ആ പദ്ധതി 25 കൊല്ലത്തേക്കിന് കരാർ ഒപ്പിട്ട് സർക്കാർ വരികയാണ് ഉണ്ടായത്. അപ്പോൾ 3 രൂപ 49 പൈസയ്ക്കാണ് സർക്കാർ അന്ന് എടുത്തുകൊണ്ടിരുന്നത്. കൃഷ്ണൻകുട്ടി മന്ത്രി കയറി 2023 അത് റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അന്ന് KSEBയുടെ ചെയർമാൻ വരെ അദ്ദേഹത്തിന് 8 തവണ എന്തോ കത്തെഴുതിയെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് കത്തെഴുതിയിട്ടുണ്ട്, അത് അങ്ങനെ ചെയ്യരുതെന്ന്. കട്ട് ചെയ്തു. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് സർക്കാരിന് 10 രൂപയ്ക്ക് കറണ്ട് വാങ്ങിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി. എനിക്കൊരു സംശയം, ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൽ നിന്നുള്ള ഈ കറണ്ട് ഉൽപ്പാദനം എന്ന് പറയുന്നത് ഇടുക്കി, ഇടമലക്കുടി ഈ ഒരു ഏരിയകളിലൊക്കെയാണ് നടക്കുന്നത്. അതല്ലാതെ തന്നെ നമ്മുടെ സിയാൽ കേന്ദ്രീകരിച്ച്, അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേന്ദ്രീകരിച്ച് സോളാർ വൈദ്യുതി ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോയിട്ട് ആ സോളാർ വൈദ്യുതി ഈ എയർപോർട്ട് ആവശ്യത്തിന് ശേഷം വരുന്ന വൈദ്യുതി
പുറത്തേക്ക് വിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ 1000 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വികസിച്ച് കിടക്കുന്ന സോളാർ പാനലുകൾ നമ്മൾ കാണുന്നതാണ്. നല്ല രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും വൈദ്യുതി വന്നിട്ടും, അതായത് ഈ പറയുന്ന സോളാർ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ വാട്ടർ ഇലക്ട്രിസിറ്റി ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ പറയുന്ന വൈദ്യുതി ക്ഷാമം കേരളത്തിൽ നേരിടുന്നത്? അത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി നിയന്ത്രണത്തിലുള്ള പിടിപ്പുകേടല്ലേ? ഈ കറണ്ട് കട്ട് ചെയ്തല്ലോ വൈദ്യുതി നിയന്ത്രണം കൂടാതെ വെളിയിൽ നിന്നും കറണ്ട് വാങ്ങിക്കുന്നുണ്ട്. അതാ ചോദിച്ചത്, ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് വെളിയിൽ നിന്ന് കറണ്ട് എടുക്കേണ്ട ആവശ്യകത വരുന്നു? കാരണം നമുക്ക് തന്നെ ഇവിടെ ഉൽപ്പാദനം ഉണ്ട്, നല്ല നമുക്ക് ഉപഭോഗം കൂടുതലാണ്. അപ്പോൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ കറണ്ട് കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ചൂട് കാലമാണ്, കൂടുതൽ കറണ്ടിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം കൂടുതൽ യൂണിറ്റ് ആവശ്യകതയുണ്ട്. ഇപ്പോൾ തണുപ്പ് കാലത്താണെങ്കിൽ എ സിയോ ഫാനോ ഒന്നും വളരെ കുറവായിരിക്കും. അപ്പോൾ ചൂട് കാലമാകുമ്പോൾ ഇതിൻ്റെ എല്ലാം ആവശ്യകത കൂടുതലാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് മുൻകൂട്ടി ചെയ്യേണ്ടത് ആരാണ്? ഇപ്പോൾ നമ്മുടെ വൈദ്യുതി മന്ത്രി വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഉപഭോഗം കുറയ്ക്കണം, കറണ്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ കുറയ്ക്കണം, എ സിയും ഫാനും ഒക്കെ കുറച്ച് നേരം ഓഫാക്കി ഇടണമെന്ന്. ഈ ചൂട് കാലത്ത് മനുഷ്യന് ഇരിക്കപ്പുറതി ഇല്ലാതെയാണ് ഫാനിട്ടാൽ പോലും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ എ സി ഉള്ള ആളുകളൊക്കെ വളരെ കുറച്ച് ആളുകളാണ് ഇപ്പോൾ എല്ലാവരും എ സി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ ചൂട് സഹിക്കാൻ വയ്യ. അപ്പോൾ സർക്കാർ പറയുന്നത് ഇപ്പോൾ എ സി ഇട്ടാലും ഇല്ലെങ്കിലും 20,000 30,000 രൂപ കറണ്ട് ചാർജ് കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഉപഭോഗം കുറയ്ക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ പുറത്ത് നിന്നാണ് കറണ്ട് എടുത്തുകൊണ്ടിരുന്നത്. നേരത്തെ 3 രൂപ 49 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കറണ്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് 10 രൂപയ്ക്ക് എടുത്തിട്ട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഇനി ഉപഭോഗം കുറയ്ക്കണം, പൈസ കൂടി വരികയാണെന്ന്. ഇത് ഓരോ മണ്ടത്തരങ്ങളും ഓരോ മണ്ട തീരുമാനങ്ങളും എടുത്ത് വെച്ചിട്ട് അവർ പറയുകയാണ്, ഇനി നിങ്ങളൊന്ന് ക്ഷമിക്കണം, എല്ലാം കൂടി ഇനി ജനങ്ങളുടെ മണ്ടയിലൂടെ കൊണ്ടുവെക്കും. എന്തിനാണ്? ജനങ്ങൾ ക്ഷമിക്കണം. ജനങ്ങൾ ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പല്ലുക കാണുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നാമത് ചൂടാണ്. ചൂടിൻ്റെ കൂട്ടത്തിൽ ഇത് മൊത്തത്തിൽ ഏറ്റു വാങ്ങാൻ പോകുന്നത് KSEBയിലെ സാധാരണപ്പെട്ട പാവപ്പെട്ട തൊഴിലാളികളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണല്ലോ, കൊല്ലത്തോ എവിടെയോ ചെതറയിലോ എവിടെയോ മറ്റേ KSEB ഓഫീസിൽ ചൂട് സഹിക്കാൻ വയ്യാതെ കറണ്ടില്ലെന്ന് പറഞ്ഞ് യുവാക്കൾ കയറി കിടന്ന് പ്രതിഷേധിച്ചത്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമാണെന്നേ. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ പലരും കടപ്പുറത്താണ് പോയി കിടക്കുന്നത്. രാത്രിയിൽ കടപ്പുറത്ത് പോയി കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചില ആളുകളൊക്കെ ഇപ്പോൾ വീടിൻ്റെ വെളിയിലാണ്. എന്താണ്? ചൂട് സഹിക്കാൻ വയ്യ. കാലാവസ്ഥാ മാറ്റം കൃത്യമായിട്ട് കേരളത്തെ ബാധിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊന്നും അറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇതിനകത്ത് കോഴ കിട്ടാതെ അല്ലെങ്കിൽ അഴിമതി നടത്താതെ ഈ 3 രൂപ 49 പൈസയ്ക്ക് കിട്ടിയിരുന്ന കറണ്ട് കട്ട് ചെയ്തിട്ട് 10 രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും അഴിമതി ഉണ്ടാകില്ലേ? തീർച്ചയായും അതിലെന്തെങ്കിലും കോഴ സംഭവിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആദ്യം കേരള സർക്കാർ ഇതിന് കൃത്യമായിട്ടൊരു രീതിയിലേക്ക് കൊണ്ടുവരണം. ഇനിയിപ്പോൾ എന്താണെങ്കിലും മെയ് 4 കഴിയുമ്പോഴത്തേക്കും ഇനി അടുത്ത സർക്കാരായിരിക്കും ഭരിക്കാൻ പോകുന്നത്. ഇനി ചിലപ്പോൾ പിണറായി വിജയൻ സർക്കാർ തന്നെയായിരിക്കും. അപ്പോഴും അവർ പറയാൻ പോകുന്നത് എന്താണ്? ഇതൊന്നും കറണ്ട് കട്ടല്ല. ഇന്ന് പൊക്കോണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 3-4 ദിവസങ്ങളായിട്ട് രാത്രിയിൽ കറണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. KSEB പറയുന്നത് എന്താണ്? പവർ ഗ്രിഡ് അത് ചൂടാകുന്നതാണ്, അപ്പോൾ ട്രിപ്പാകുന്നതാണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ വരും. ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് പോയിട്ട് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും 20 മിനിറ്റ് കറണ്ട് പോകും. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു 20 മിനിറ്റ് പോകും. നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ടെക്നിക്കാലിറ്റി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുകയല്ല വേണ്ടത്. ഇതിന് കൃത്യമായിട്ടൊരു പദ്ധതി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഇനിയും കേരളത്തിലെ ജനങ്ങളുടെ വൈദ്യുതി ഉപഭോഗം കൂടി വരുത്തേയുള്ളൂ. കാരണം സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് AC ആണെങ്കിലും ഫാനാണെങ്കിലും മറ്റ് എല്ലാത്തിൻ്റെയും ഉപയോഗം കൂടി വരികയുള്ളൂ. ഇനി എല്ലാം ടെക്നോളജിയുടെ കാലഘട്ടമാണ്. എല്ലാം ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വ്യത്യസ്ത ഇലക്ട്രിസിറ്റികൾ വരുന്നുണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് കണ്ടുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഉള്ളി വെച്ചാലൊന്നും തണുക്കാൻ പോകുന്നില്ല.